ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2021 ഇവിടെ കയറി റാങ്ക് 3075 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യൂൾസ് ചാപ്റ്ററിന്റെ എൻസിആർടി മൊത്തം ഡിസ്കസ് ചെയ്തതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ ബോണ്ട്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കെമിക്കൽ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് തിയറീസ് പറഞ്ഞിട്ട് എന്താണ്? പേഴ്സൺ-ലൂയിസ് അപ്രോച്ച്, വാലൻസ് ബോണ്ട് തിയറി, മോളിക്യുലർ ഓർബിറ്റൽ തിയറി ഒക്കെ പറയുന്നത് എന്താണ്? കെമിക്കൽ ബോണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അവിടെ. ഇപ്പൊ പേഴ്സൺ-ലൂയിസ് തിയറി വെച്ചാണെങ്കിൽ എന്താണ്? നിയറസ്റ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഒക്ടറ്റ് ഔട്ടർ ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീലിയത്തിന്റെ കേസിലാണെങ്കിൽ ഡുപ്ലേറ്റ്, ഹൈഡ്രജൻ ഡുപ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള ആറ്റംസ് ഒക്കെ നിയറസ്റ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിൽ ഔട്ടർ ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പേഴ്സൺ-ലൂയിസ് തിയറിയിൽ പറയാം. മാത്രമല്ല വാലൻസ് ബോണ്ട് തിയറി വെച്ച് മോളിക്യൂൾസ് എന്തിനാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ എനർജി ലോവർ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഗ്രാഫ് പറഞ്ഞിരുന്നു. വാലൻസ് ബോണ്ട് തിയറി ഗ്രാഫ് പറഞ്ഞിരുന്നു. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ഇരിക്കുമ്പോൾ എനർജി 0 ആണ്. പക്ഷെ അടുത്തടുത്ത് വരുന്നതോറും ലോവസ്റ്റ് എനർജി വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തെന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ടോട്ടൽ എനർജി മിനിമം ആക്കാൻ വേണ്ടിയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് പറഞ്ഞത്. അപ്പം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നില്ലെങ്കിൽ എനർജി ലോവർ ചെയ്യാൻ വേണ്ടിയാണ് ആറ്റംസ് ആറ്റംസ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നത് പറയുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് ലൂയിസ് ഡോട്ട് സിംബൽസ് ഫോർ ദി ആറ്റംസ് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്. കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട്, അവരുടെ ലൂയിസ് ഡോട്ട് സിംബൽസ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ മഗ്നീഷ്യം, സോഡിയം, ബോറോൺ, ഓക്സിജൻ, നൈട്രജൻ, ബ്രോമിൻ. ഇവരുടെ ലൂയിസ് ഡോട്ട് സിംബൽ എഴുതാൻ വേണ്ടി ഇവരുടെ വാലൻസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അതറിയാം. വാലൻസ് ഇലക്ട്രോൺസ് കിട്ടുക. മഗ്നീഷ്യത്തിനാണെങ്കിൽ 2, സോഡിയത്തിന് 1, ബോറോൺ 3, ഓക്സിജൻ 4, നൈട്രജൻ 5, ബ്രോമിൻ 7. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് അറിയാം. ഇനി സിംബിൾസ് ഉണ്ട്. ആദ്യം മഗ്നീഷ്യത്തിന്റെ സിംബിൾ എൻജ് ചെയ്യുക, എന്നിട്ട് അതിന്റെ 2 വാലൻസ് ഇലക്ട്രോൺസ് കാണിക്കാം. സോഡിയത്തിന് 10 ഇലക്ട്രോൺ, ബോറോണിന് 3 ഇലക്ട്രോൺ, ഓക്സിജന് 4 ഇലക്ട്രോൺ, നൈട്രജന് 5 ഇലക്ട്രോൺ, ബ്രോമിന് 7 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിന്റെ ലൂയിസ് ഡോട്ട് സിംബൽ വരയ്ക്കുന്നത്. ഓക്കെ, അത് ഓരോ എലമെന്റ് സിംബൽ എഴുതുക, വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് നമ്മൾ ആ വാലൻസ് ഇലക്ട്രോൺസ് ഈ സിംബലിന് ചുറ്റും ഇങ്ങനെ ചുറ്റും കാണിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 4.3 അടുത്തത്. റൈറ്റ് ലൂയിസ് സിംബൽസ് ഫോർ ദി ഫോളോയിങ് ആറ്റംസ് ആൻഡ് അയോൺസ്. നമുക്ക് കുറച്ച് ആറ്റംസും അയോൺസും തന്നിട്ടുണ്ട്, അവരുടെ ലൂയിസ് സിംബൽസ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 3 പേരാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ പേര് 4.3 എന്ന് വെച്ചാൽ അതിന്റെ പേരെന്താ? S and S2 മീൻസ്. അപ്പൊ അതിനെ ലൂയിസ് സിംബൽ എഴുതാം. ക്രിം സൾഫർ 16 ഗ്രൂപ്പ് എലമെന്റ് ആണ്. നേരത്തെ പറഞ്ഞതിൽ ഓക്സിജൻ വ്യത്യാസമുണ്ട്. ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് വരച്ച് കാണിക്കുന്നത്, 4 വാലൻസ് കാണിച്ചുള്ളൂ. ഇത് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്സിജൻ 6 വാലൻസ് ഇലക്ട്രോൺസ് 6 വരച്ച് കാണിക്കും. ഓക്കെ, ഒരു മിസ്റ്റേക്ക് ഒറ്റയാണ്, നോട്ട് ചെയ്യാം. ഇവിടെ സൾഫർ 16 ഗ്രൂപ്പ് എലമെന്റ്സിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സൾഫറിന് ആദ്യം വരയ്ക്കുകയാണെങ്കിൽ സൾഫറിന്റെ സിംബൽ വരച്ചു, 6 വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, ഇനി S2 മൈനസിന് ഇങ്ങനെ വരയ്ക്കും. ഈ സൾഫറിന് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിന്റെ കൂടെ സൾഫർ 2 മൈനസ് ചാർജ്. അപ്പം 2 എക്സ്ട്രാ ഇലക്ട്രോൺസും കൂടെ നമ്മൾ കാണിക്കണം. S2 മൈനസിന്റെ ആണെങ്കിൽ നമ്മൾ സൾഫർ വരച്ചിട്ട് ആദ്യം 6 ഇലക്ട്രോൺസ് വരയ്ക്കാം, അതിന്റെ കൂടെ 2 ഇലക്ട്രോണും കൂടെ കാണിക്കാം. 2 മൈനസ് എന്താ കാണിക്കേണ്ടത്? 2 മൈനസ് കൂടെ കാണിച്ചു. ഓക്കെ, അപ്പം S2 മൈനസും കൂടെ കാണിച്ചു. അടുത്ത ഏതാണ്? അലൂമിനിയവും Al3+ ആണ്. രണ്ടാമത്തെ പേര്
നമുക്കറിയാം അലൂമിനിയത്തിൽ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. അലൂമിനിയത്തിൽ സ്ട്രക്ചർ വയ്ക്കുമ്പോൾ 1, 2, 3 അലൂമിനിയത്തിൽ Al3+ എന്താ, നമുക്ക് 3 ഇലക്ട്രോണ് കളഞ്ഞാലുള്ള സ്ട്രക്ചറാണ് വേണ്ടത്. 3+ ചാർജ് ആയതുകൊണ്ട് ഈ 3 ബാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് 3 ഉണ്ട്. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുക 3+, ഒരു ബാലൻസ് ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, മൂന്നാമത്തെ പെയർ ഏതാണ്? H ആൻഡ് H-. ഹൈഡ്രജന് ഒറ്റ വാലൻസ് ഇലക്ട്രോൺ സൈഡിൽ കാണിക്കാം. H- എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോണോട് കാണിക്കും. H- ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണും 2 ഇലക്ട്രോൺ. ഓക്കെ, H- കാണിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ആറ്റത്തിന്റെയും അയോണിന്റെയും ലൂയിസ് സിംബൽ നമ്മൾ കാണിച്ചു. അടുത്ത 4.4ലേക്ക് draw the Lewis structures of the following molecules and ions. നോക്കട്ടെ, കുറച്ച് മോളിക്യൂൾസ് അയൺസ് വന്നിട്ട് അവരുടെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കും എന്ന് പറയുന്നു. 4.4 ആദ്യമുള്ളത് ഏതാ? ആദ്യം H2S ആണ് കാണുന്നത്. ഒന്ന് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ആദ്യം 3 ആറ്റം നമ്മൾ കാണിക്കുക. 3 ആറ്റം കാണിക്കുമ്പോൾ ഇവിടെ സൾഫർ ആണ് സെൻട്രൽ ആറ്റം. ഇപ്പുറത്തെ ഹൈഡ്രജനെ കാണിക്കും. സൾഫറിന് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് വരച്ച് കാണിക്കാം. ഹൈഡ്രജന് ഒറ്റ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. എന്താണ്, ഓരോ ബോണ്ടിന് വേണ്ടി ഓരോ ആറ്റം ഓരോ ഇലക്ട്രോണെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എങ്ങനെ ബോണ്ട് വരിക? ഇങ്ങനെ ആയിരിക്കും ട്രാൻസിസ്റ്റർ വരിക. ഓക്കെ, സിസ്റ്റേഴ്സിന്റെ കാര്യം. രണ്ടാമത്തത് ഉള്ളത് SiCl4 ആണ്. സിലിക്കൺ എന്നത് സെൻട്രൽ ഉണ്ട്. ഇത് ചുറ്റും 4 ഫ്ലോറിനാറ്റം ഉണ്ട്. അത് ഇവിടെ കാണിക്കാം. പറയാം, സിലിക്കണ് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്, 4 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഓരോ ഇലക്ട്രോണും ഓരോ ക്ലോറിനായിട്ട് ഷെയർ ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വരച്ചാൽ ബോണ്ട് വരയ്ക്കാൻ എളുപ്പവും. ക്ലോറിൻ എത്രയാണ്? ഒരു ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ ഒരു ഇലക്ട്രോൺ ആയിരിക്കും സിലിക്കൺ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ബാക്കി 6 ചുറ്റും വരയ്ക്കുക. ഒരു ഇലക്ട്രോൺ നമുക്ക് ബോണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വരയ്ക്കും. ബോണ്ട് വരയ്ക്കുക. ഓരോ ഇലക്ട്രോൺ ഓരോ ആറ്റം ഓരോ ഇലക്ട്രോൺ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് ബോണ്ട് വരയ്ക്കുക. നോക്കുമ്പോൾ SiCl4 സ്ട്രക്ചർ നമ്മൾ വരച്ചു. അടുത്ത ഏതാണ് നമുക്കുള്ളത്? BeF2. വിരലിൽ എടുത്ത സെൻട്രൽ ആറ്റം, 2 സൈഡിൽ ക്ലോറിൻ ആറ്റം ഉണ്ട്. എല്ലാത്തിന് 2 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അത് 2 സൈഡിൽ കാണിക്കുക. കാരണം 2 ബോണ്ട് ഉണ്ടാക്കണം, 2 ഇലക്ട്രോൺ അപ്പോൾ അത് യൂസ് ചെയ്യണം. ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, ഒരെണ്ണം ബോണ്ടിങ്ങിന് വേണ്ടി കാണിക്കുക. അപ്പൊ BeF2 നമ്മൾ. അടുത്തത് CO3 2-. ഓക്കെ, CO3 2- നമുക്ക് സെൻട്രൽ ആറ്റം കാർബണ് 3 ഓക്സിജൻ ആറ്റം കാണിക്കും. കാർബണ് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അത് ഡബിൾ ബോണ്ട് ആയിരിക്കും. ബാക്കി 2 ഓരോ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഓരോക്കറിയാം, ഓരോ ഓക്സിജൻ ആറ്റത്തിന് 6 വാലൻസ് ഇലക്ട്രോൺസ് വെച്ചുണ്ട്. അതിനുള്ള 2 മൈനസ് ചാർജ് ഓരോ ഓക്സിജൻ ആറ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഇലക്ട്രോൺ വെച്ചാണ് ഇവിടെ ഓരോ ബോണ്ട് ഉണ്ടാക്കിയത്. സിംഗിൾ ബോണ്ട് കാർബണായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കാർബൺ 4 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ഒരു ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കാൻ ഓരോ ഇലക്ട്രോൺ വെച്ച് ഓരോ ഓക്സിജനായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാൻ വെച്ചു. ബാക്കിയുള്ള 2 ഓക്സിജൻ ആറ്റത്തിന്റെ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റത്തിന്റെ സിംഗിൾ ആയിട്ടുള്ള ഓക്സിജൻ ബോണ്ട് ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാക്ട് ചെയ്ത് 2- ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് 2- ചാർജ് നോക്കി. അത് രണ്ടാമത്തത് HCO. HCO എടുക്കുമ്പോൾ കാർബൺ, പ്രത്യേക ഹൈഡ്രജൻ, 2 ഓക്സിജൻ സ്ട്രക്ചർ വരിക. ഒരു ഹൈഡ്രജനായിട്ട് സിംഗിൾ ബോണ്ട്, ഒരു ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട്, ഒരു ഓക്സിജനായിട്ട് സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഇനി ഇവിടെ ഈ ഓക്സിജനിലെ 2 ഇലക്ട്രോണ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കി 4 ഇലക്ട്രോൺ കുറച്ച് കാണിക്കാം. കാർബൺ 4 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടാക്കി ഉപയോഗിച്ചു. ഇവിടെ ഈ ഓക്സിജൻ എന്താ 2 ഇലക്ട്രോൺ 2 ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം 2 ഇലക്ട്രോൺസ് യൂസ് ചെയ്യും. ബാക്കി 4 ഇലക്ട്രോൺസ് അത് കാണിക്കാം. പിന്നെ ഈ അവസാനത്തെ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ഉപയോഗിച്ചു. ഇതാണ് HCO സ്ട്രക്ചർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ 4.5 ഡിഫൈൻ ഒക്ടറ്റ് റൂൾ, റൈറ്റ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഒക്ടറ്റ് റൂൾ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ ഡ്രോബാക്സും അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒക്ടറ്റ് റൂൾ എന്തായിരുന്നു? റൂൾ പറഞ്ഞത് എന്താണ്? ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അവരുടെ ഔട്ടർ ഷെല്ലിൽ ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന എന്താണ്? ഔട്ടർ ഷെല്ലിൽ എന്താണ് അടുത്തുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഔട്ടർ ഒക്ടറ്റ് കംപ്ലീറ്റ് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോണ്ട് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ എക്സെപ്ഷൻ ഉള്ളത് എന്താണ്? ഹീലിയത്തിൽ എന്താണ് ഔട്ടർ ഷെല്ലിൽ ഒക്ടറ്റ് ഡുപ്ലറ്റ്. അപ്പം ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോണ്ട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് ആദ്യത്തെ തിയറി തന്നെ വന്നത്. കോസ്റ്റൽ ലൂയിസ് അപ്രോച്ചിൽ അത് തന്നെയായിരുന്നു. ഒക്ടറ്റ് റൂൾ ആയിരുന്നു അതിന്റെ ബോണ്ട് ഉണ്ടാക്കുന്നതിന്റെ ബേസ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അതായിരുന്നു അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? ഒക്ടറ്റ് റൂളിലെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന്, അത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ആ ഉണ്ടായ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ആറ്റം കമ്പൈൻ ചെയ്ത മോളിക്യൂൾ ഉണ്ടായല്ലോ, ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇല്ലേ, ബോണ്ട് ഉണ്ടാവുന്നു, അതിന്റെ ഉണ്ടാവുന്നു, പിന്നെ ആ ഉണ്ടായ മോളിക്യൂൾ എനർജിയെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഉണ്ടായ മോളിക്യൂളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ഒക്ടറ്റ് റൂളിന്റെ ബേസ് തന്നെ എന്തായിരുന്നു? നോബൽ ഗ്യാസിന്റെ ഇനേർട്ട്നെസ് അല്ലെങ്കിൽ ഔട്ടർ കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് പിന്നെ കണ്ടുപിടിച്ചത് എന്താ, നോബൽ ഗ്യാസസ് തന്നെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഓൾറെഡി ഒക്ടറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ കമ്പൈൻ ചെയ്യുന്നത്? അപ്പൊ അത് ഒരു ഡ്രോബാക്ക് ആയിരുന്നു. ഗ്രൂപ്പ് 18 കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെന്താ നമ്മള് ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞത്? നമ്മള് ആദ്യത്തെ 20 എലിമെന്റ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ ഒക്ടറ്റ് അല്ല കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒക്ടറ്റിൽ കൂടുതൽ അവസാനത്തെ ഷെല്ലിൽ 8 കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടെത്തി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ പറഞ്ഞ SF6. ചില ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയായിരുന്നു? SF6, PF5. അടുത്തൊക്കെ സെൻട്രൽ ആറ്റത്തിന് 8 കൂടുതലുണ്ട്. ഇപ്പൊ SF6 ആണെങ്കിൽ 12 ഇലക്ട്രോൺ, PF5 10 ഇലക്ട്രോൺ ഉണ്ട്. അത് ഒക്ടറ്റ് അല്ല, അതിൽ കൂടുതൽ പോയി. പിന്നെ വേറെ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ BCl3 വരുന്നത്. അവിടെ സെൻട്രൽ ആറ്റത്തിൽ 6 ഇലക്ട്രോൺസ് മൊത്തം കിട്ടുന്നത്. പിന്നെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? NO2, NO. ഓക്കെ, ഇതൊക്കെയായിരുന്നു അതിന്റെ ഡ്രോബാക്സ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, 4.5 കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 4.6. Write the favorable factors for the formation of ionic bond. For ionic bond ഉണ്ടാവാൻ വേണ്ടിയുള്ള ഫേവറബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എന്താണ് ആ ഒരു അയോണിക് ബോണ്ട് ഉണ്ടാകുന്ന ഒരു കാറ്റയോൺ കാണും, ഒരു ആനയോണും കാണും അല്ലേ? കാറ്റോൺസ് മോസ്റ്റ്ലി മെറ്റൽസ് ആയിരിക്കും, ആനോൺസ് മോസ്റ്റ്ലി നോൺ മെറ്റൽസ് ആയിരിക്കും. ഒരു കാറ്റോൺ എത്ര പെട്ടെന്ന് ഉണ്ടാവുന്നു, ഒരു ആനയോൺ എത്ര പെട്ടെന്ന് ഉണ്ടാവുന്നു, പിന്നെ ഉണ്ടായ ആ കാറ്റോൺ ആനയോണും കൂടി ചേർന്ന് ഉണ്ടാവുന്ന അയോണിക് സോളിഡിന്റെ ലാറ്റിസ് എൻതാൽപ്പി അല്ലേ? ഒരു കാറ്റോൺ എത്ര പെട്ടെന്ന് ഉണ്ടാവും തീരുമാനിക്കുന്ന എന്താണ്? അതിന്റെ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഒരു അയണൈസേഷൻ എൻതാൽപ്പി എത്രത്തോളം കുറവാണോ അത്രയും പെട്ടെന്ന് കാറ്റോൺ ഉണ്ടാവും. പിന്നെ ആനയോണിന്റെ കേസിലാണെങ്കിലോ അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇപ്പൊ ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ആനോൺ എത്ര പെട്ടെന്ന് ഉണ്ടാവുന്നത് തീരുമാനിക്കുന്നത് അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന അയോണിക് സോളിഡിന്റെ ലാറ്റിസ് എൻതാൽപ്പി. ആ ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആണെങ്കിൽ അത് ഹൈ സ്റ്റെബിലിറ്റി ഉള്ളതാണ്. ഈ 3 ഫാക്ടറിനെയാണ് എന്ത്? ഈ 3 ഫാക്ടറാണ് അയോണിക് ബോണ്ട് ഉണ്ടാകുന്നതിന് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്ത 4.7. Discuss the shape of the following molecules using the VSEPR model. ഇപ്പൊ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, അതൊരു ഷേപ്പ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 4.7 ആദ്യം തന്നിരിക്കുന്ന മോളിക്യൂള് BeCl2. ഓക്കെ, അറിയാം
ബെറിലിയത്തിന് രണ്ട് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്, രണ്ടും ഫ്ലോറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. ഇപ്പൊ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റത്തിലില്ല. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ആണ്? AB2 ടൈപ്പ് ആണ്. AB2 ടൈപ്പ് എന്ന് വെച്ചാൽ ഷേപ്പ് ജോമെട്രി പറയുന്നത് ലീനിയർ ജോമെട്രിയാണ് അല്ലേ. ഇപ്പം ഈ ഷീറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ബെറിലിയം അപ്പുറത്തും ഇപ്പുറത്തും ക്ലോറിൻ വരയ്ക്കുക. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി വരും. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് ഏതാ? BCl3. BCl3 ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് മൂന്നെണ്ണേ ഉള്ളൂ. മൂന്ന് ക്ലോറിനായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ BCl3 BCl3 ഇനി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നും ബാക്കിയില്ല. അപ്പൊ ഇതെന്ത് ടൈപ്പ് മോളിക്യൂളായി? AB3 ടൈപ്പ് ആയി. ഏതാ ജോമെട്രി പറയുമ്പോൾ ട്രയാംഗിൾ ആൻഡ് പ്ലാനർ അല്ലേ. ഇപ്പം BCl3 നമ്മൾ വരയ്ക്കുമ്പോൾ BCl3 ബോണ്ട് ആംഗിൾ എന്ത് വരും? 120 ഡിഗ്രി. BCl3 വരച്ച നമ്മള്. അടുത്തത് SiCl4 സിലിക്കൺ 14 ഗ്രൂപ്പ് എലമെന്റ്, വാലൻസ് ഇലക്ട്രോൺസ് 4. 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 4 ക്ലോറിനായിട്ട് ഷെയർ ചെയ്തു. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നും ബാക്കിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ടൈപ്പ്? AB4 ടൈപ്പ് ആയി. ജോമെട്രി പറയുമ്പോൾ എന്തായി? ടെട്രാഹീഡ്രൽ ജോമെട്രി. സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ സിലിക്കൺ ടെട്രാഹീഡ്രലായിട്ട് വരയ്ക്കുക. ബോണ്ട് ആംഗിൾ വരുന്നത് 109.5 ഡിഗ്രി. അടുത്ത ഏതാണ്? AsF5. ആർസെനിക് എന്ന് പറയുന്നത് 15 ഗ്രൂപ്പ് എലമെന്റ് ആണ്. നൈട്രജൻ ഫാമിലിയിൽ അവർക്ക് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. 5ഉം ഓരോ ഫ്ലോറിനായിട്ട് ഷെയർ ചെയ്തു. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ AB5 ടൈപ്പ് ആണ്. ജോമെട്രി പറയുമ്പോൾ എന്താ? ട്രൈഗണൽ ബൈപിരമിഡ് ആണ്. വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ആർസെനിക് സെൻട്രൽ ആറ്റം വരും. പിന്നെ 3 ഇക്വറ്റോറിയൽ പ്ലെയിനിൽ, 3 ഫ്ലോറിൻ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കിടക്കും. പിന്നെ 2 ആക്സിയൽ പ്ലെയിനിൽ നിൽക്കും. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ 2 ആക്സിയൽ. ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനർ പോലെ 120 ഡിഗ്രിയാണ്. ആക്സിയൽ പ്ലെയിനിൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി. പിന്നെ AsF5 കഴിഞ്ഞാൽ അടുത്തത് H2S ഉം PH3. ഓക്കെ, ഇവിടെ സെൻട്രൽ ആയിട്ട് സൾഫർ ആണ്. സൾഫറിന് 4 വാലൻസ് ഇലക്ട്രോൺസ്, 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 6 വാലൻസ് ഇലക്ട്രോൺസിൽ 2 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. അപ്പൊ 2 ലോൺ പെയർ കാണും. അപ്പൊ ഇതെന്താ? ഇത് എന്ത് ടൈപ്പ് ആണിത്? ഇത് AB2E2 ടൈപ്പ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ജോമെട്രി എന്ത് വരും? ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡിൽ തന്നെ വരും അല്ലേ. പക്ഷെ നമ്മള് ഷേപ്പ് പറയാണ്. ഷേപ്പാണ് നമുക്ക് വേണ്ടത്. സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് AB2E2 തന്നെ. അതേപോലെ ട്രൈഗണൽ ബൈപിരമിഡിൽ തന്നെ വരും. നമുക്കിത് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. H2S സൾഫർ. ഇപ്പൊ 2 ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ നമ്മൾ എവിടെ നിർത്തണോ അത് തീരുമാനിക്കാം. ഇക്വറ്റോറിയൽ പ്ലെയിൻ നിർത്തണോ, ആക്സിയൽ പ്ലെയിൻ നിർത്തണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ ആണ്. അപ്പൊ ലോൺ പെയർ വരുന്നതിന് റിപ്പൾഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും റിപ്പൾഷൻ ഏറ്റവും ഫാർ അവേ ആയിട്ടുള്ള പൊസിഷനിലാണ് നിർത്താൻ. റിപ്പൾഷൻ ഏറ്റവും കുറയ്ക്കാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഇക്വറ്റോറിയൽ പ്ലെയിൻ നിർത്താം, അല്ലെങ്കിൽ ആക്സിയൽ പ്ലെയിൻ നിർത്താം. ഇക്വറ്റോറിയൽ പ്ലെയിൻ നിർത്തിയാൽ നമുക്ക് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി വരും. ആക്സിയൽ പ്ലെയിൻ നിർത്തിയാൽ 90 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ എവിടെ നിർത്തണം? ബോണ്ട് ആംഗിൾ ഏറ്റവും കൂടിയതായിരിക്കും ഏറ്റവും ഡിസ്റ്റൻസ് നിൽക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2 ലോൺ പെയർ നമ്മൾ ഇക്വറ്റോറിയൽ പ്ലെയിൻ നിർത്തും. ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ, 2 ലോൺ പെയർ വരച്ചു. സോറി, ട്രൈഗണൽ ബൈപിരമിഡായിട്ടല്ല വരയ്ക്കുന്നത്. ഇത് ടെട്രാഹീഡ്രൽ. ജോമെട്രി പറയുമ്പോൾ ടെട്രാഹീഡ്രൽ. ഓക്കെ, AB2E2 നമ്മൾ സൾഫർ ഉണ്ട്, ലോൺ പെയർ, പിന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ജോമെട്രി പറയുമ്പോൾ ടെട്രാഹീഡ്രലാണ്. ഷേപ്പ് പറയുമ്പോൾ എന്താ? നമ്മൾ ലോൺ പെയറിനെ കൺസിഡർ ചെയ്തത്. ഇത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഷേപ്പ് പറയുമ്പോൾ ഇത് ബെൻഡ് ഷേപ്പാണ്. ഓക്കെ, അടുത്ത PH3. PH3 നമുക്ക് ഫോസ്ഫറസ് ആണ് സെൻട്രൽ ലിറ്റ്. ഫോസ്ഫറസിന് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 3 ബോണ്ടിങ്ങിൽ പങ്കെടുത്തുള്ളൂ. അപ്പൊ ഇത് AB3E ആണ്. ഇതും ജോമെട്രി പറയുമ്പോൾ ടെട്രാഹീഡ്രൽ. ഷേപ്പ് എന്താ നമുക്ക് നോക്കാം.
PH3 സെൻട്രൽ ആറ്റം P വരയ്ക്കുക, ഒരു ലോൺ പെയർ കാണിക്കുക, 3 ഹൈഡ്രജൻ കാണിക്കും. ഇതെന്താ നമുക്ക് ഷേപ്പ് വരുന്നത് ട്രയാങ്കിൾ പിരമിഡൽ ഷേപ്പായി. നമ്മൾ ലോൺ പെയറിനെ കൺസിഡർ ചെയ്തത്, ഇത് മാത്രമേ കൺസിഡർ ചെയ്തു, പിരമിഡ് 3 ഫേസ് ഉള്ള പിരമിഡ്. അതാണ് എന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തിന്റെയും ഷേപ്പ് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റിനോട്ട് പോകും. 4.8. All the geometries of NH3 and H2 molecules are distorted tetrahedral. Bond angle is water is less than of ammonia. അപ്പൊ നമുക്കിവിടെ NH3യുടെ H2ന്റെയും സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ രണ്ടിന്റെയും ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. കാരണം നൈട്രജന് 5 ബാലൻസ് ഇലക്ട്രോൺസ്, അതിൽ 3 ബോണ്ട് ചെയ്തു, 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ആണുള്ളത്. ഇവിടെ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും, രണ്ടിന്റെയും ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, വാട്ടറിലെ ബോണ്ട് ആംഗിൾ എന്താണ് അമോണിയത്തിലെ ബോണ്ട് ആംഗിളിനേക്കാളും കുറവാണ്. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അമോണിയ മോളിക്യൂളിൽ ഒരു ലോൺ പെയർ ഉണ്ട്, H2 മോളിക്യൂളിൽ 2 ലോൺ പെയർ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിപ്പൾഷൻ ഓർഡർ എന്താണ്, ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ ആണ് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ അമോണിയ മോളിക്യൂളിൽ ഒറ്റ ലോൺ പെയർ ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ 3 ഉണ്ട്. ഓക്കെ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ 3 ഉണ്ട്. ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഇതിന്റെ 2 ഉണ്ട്, ഇതിന്റെ 2 ഉണ്ട്. അപ്പം ഇവിടെ 4 ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ റിപ്പൾഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ H2 എന്ന സ്ട്രക്ചറിലാണ്. റിപ്പൾഷൻ കൂടുതൽ വരുന്നുണ്ട്. ഈ 2 ബോണ്ട് പെയർ ഇച്ചിരി കൂടെ അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടെ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ രണ്ടിന്റെയും ബോണ്ട് ആംഗിൾ എന്താ 109.5 കുറവായിരിക്കും. അമോണിയയിൽ 107 സംതിങ് ആണ് വരുന്നത്, ഇവിടെ 104.5 സംതിങ് എന്താണ് വരുന്നത്. ഇതിന് രണ്ടിന്റെയും ബോണ്ട് ആംഗിൾ 109.5 താഴെയാണ്, ലോൺ പെയർ വരുന്നുണ്ട്. പക്ഷെ വാട്ടറിന്റെ സ്ട്രക്ചറിൽ 2 ലോൺ പെയർ വരുന്നുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ബോണ്ട് ആംഗിൾ ഇച്ചിരി കൂടെ കുറവ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ അതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു എക്സ്പ്രസ് ദി ബോണ്ട് സ്ട്രെങ്ത് ഇൻ ടേംസ് ഓഫ് ബോണ്ട് ഓർഡർ. അപ്പൊ ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത് തമ്മിലൊരു റിലേഷൻ, അതാണ് ചോദിച്ചേക്കുന്നത്. 4.9 ആണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 ആറ്റം തമ്മിൽ എത്രത്തോളം അവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ബോണ്ട് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ബോണ്ട് ഓർഡർ 1 എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ട് ആണ്, ബോണ്ട് ഓർഡർ 2 എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട്, ബോണ്ട് ഓർഡർ 3 എന്ന് വെച്ചാൽ 2 ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ആ 2 ആറ്റം തമ്മിലുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത്തിന്റെ ഓർഡർ ആണ് അല്ലേ. ഇപ്പൊ ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്, ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ, ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ആ ബോണ്ട് പൊട്ടിക്കാനുള്ള എന്ത് വേണം, എനർജി കൂടുതൽ വേണം. ബോണ്ട് എന്താൽപിയും കൂടുതലാണ്. ബോണ്ട് സ്ട്രെങ്ത് കൂടുന്ന വെച്ചാൽ ബോണ്ട് എന്താൽപി കൂടുന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് എന്താ, ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ആയിട്ട് റിലേഷൻ ഉണ്ട്. എന്താ, ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും. പക്ഷെ ബോണ്ടിന് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ആറ്റംസ് കൂടുതൽ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, ബോണ്ട് ലെങ്ത് കുറയും. ഈ റിലേഷൻ നമ്മൾ ഫസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത് തമ്മിലുള്ള റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബോണ്ട് ലെങ്ത്. എന്താണ് ബോണ്ട് ലെങ്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ബോണ്ട് ലെങ്ത്? ബോണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ 2 ആറ്റംസ് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് എന്തെങ്കിലും ഉണ്ടായി. അപ്പൊ ആ മോളിക്യൂളിൽ ആ 2 ആറ്റംസ് തമ്മിലുള്ള ഈക്വിലിബ്രിയം ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയൈ ഓഫ് 2 ബോണ്ട് ആറ്റംസ്. ബോണ്ടായി നിൽക്കുന്ന 2 ആറ്റത്തിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഈക്വിലിബ്രിയം ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ലെങ്ത്. ഓക്കെ, അടുത്ത 4.11, explain the important aspects of resonance with reference to the CO3 2- അപ്പം CO3 2- ആയതുകൊണ്ട് വരച്ച് അതിന്റെ റെസൊണൻസ് കാണിച്ചിട്ട് റെസൊണൻസിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാനാണ് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കറിയാം ചെയ്തുകൊണ്ടിരുന്നത് 4.11.
CO3 2- അയോണിലുള്ള റെസൊണൻസ് ആദ്യം കാണിക്കാം. അപ്പൊ CO3 2- എന്ന സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം കാർബൺ വരയ്ക്കാം. ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, ഒരു O ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് CO3 2- സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് ഇങ്ങനെ മാത്രമല്ല, വേറെ രണ്ട് രീതിയിലും കൂടെ അറിയാം. എങ്ങനെ നമുക്കറിയാം, ഇപ്പൊ ഈ ഓരോ കാർബൺ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇപ്പം നെഗറ്റീവ് ചാർജ് ഉള്ള ഏതൊക്കെ കാർബണിലാണ്? സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്, അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്കിത് ഫസ്റ്റ് ആൻഡ് തേർഡിലാക്കാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡിലാക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇത് നമുക്ക് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡിൽ നെഗറ്റീവ് ചാർജ് വരുവാണെങ്കിൽ 1 2 3, 1ലും 3ലും ആയി നെഗറ്റീവ് ചാർജ്. ഇനി നോക്കേണ്ടത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ, അല്ലേ? ഇവിടെയും ഫസ്റ്റിലും സെക്കൻഡിലാണ് നെഗറ്റീവ് ചാർജ് വന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂന്ന് രീതിയിൽ CO3 2- വരയ്ക്കാൻ പറ്റും, അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ മൂന്ന് രീതി വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ CO3 2- CO ബോണ്ട് ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്നിന്റെയും ബോണ്ട് ലെങ്ത് സെയിം ആയിട്ടാണ് കണ്ടു കിട്ടുക. ഇപ്പം ഈ CO ഡബിൾ ബോണ്ട് ലെങ്ത് A ആണ്, CO സിംഗിൾ ബോണ്ട് ലെങ്ത് B ആണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മെഷർ ചെയ്താൽ കിട്ടുന്ന ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എയുടെയും ബിന്റെയും ഇടയിലുള്ളതായിരിക്കും, ബിറ്റ്വീൻ A ആൻഡ് B ആയിരിക്കും. മൂന്നിന്റെയും ബോണ്ട് ലെങ്ത് ബിറ്റ്വീൻ A ആൻഡ് B ആയിരിക്കും. നമുക്ക് മൂന്ന് സ്ട്രക്ചർ വരയ്ക്കാം. പക്ഷേ അതിൽ നമുക്ക് മനസ്സിലാൻ പറ്റും, നമുക്ക് മൂന്ന് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമെങ്കിലും ഇത് മൂന്നുമല്ല യഥാർത്ഥത്തിലുള്ള CO3 2- സ്ട്രക്ചർ, അല്ലേ? ഇതിന് മൂന്നിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ CO3 2- വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. എല്ലാം ബോണ്ട് ലെങ്ത് ഈക്വലും ആയിരിക്കും. ആ ബോണ്ട് ലെങ്ത് എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും, ഇല്ലേ? ഇപ്പൊ സിംഗിൾ ബോണ്ട് വാല്യൂ A ആണ്, ഡബിൾ ബോണ്ട് വാല്യൂ A ആണ്, സിംഗിൾ ബോണ്ട് വാല്യൂ B ആണെങ്കിൽ ബോണ്ട് ലെങ്ത്തിന്റെ വാല്യൂ ആണ് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സ്ട്രക്ചറിലെ ബോണ്ട് ലെങ്ത്തിന്റെ വാല്യൂ എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് സ്ട്രക്ചറുടെയും കൂടെ ഒരു ഹൈബ്രിഡ് ആയിരിക്കും യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറെ നമ്മൾ വിളിച്ച പേരാണ് റെസൊണൻസ് ഹൈബ്രിഡ്. നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് വരയ്ക്കാൻ വേണ്ടി വരച്ച സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ആ സ്ട്രക്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണത് കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഈ മൂന്ന് കനോണിക്കൽ സ്ട്രക്ചേഴ്സിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് ആയിരിക്കും യഥാർത്ഥ CO3 2- സ്ട്രക്ചർ. ആ സ്ട്രക്ചർ നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് വിളിച്ചു. ആ റെസൊണൻസ് ഹൈബ്രിഡിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മൂന്ന് സ്ട്രക്ചറിലെയും ഇന്റർമീഡിയറ്റ് വാല്യൂസ് ആയിരിക്കും ഓരോന്നുള്ളത്. ഇപ്പൊ ബോണ്ട് ലെങ്ത് നോക്കുകയാണെങ്കിലും ഡബിൾ ബോണ്ടിന്റെയും സിംഗിൾ ബോണ്ടിന്റെയും ഇടയിൽ വരുന്നതായിരിക്കും ഇവരുടെ ബോണ്ട് ലെങ്തിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ റെസൊണൻസ് നമ്മൾ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരച്ചല്ലോ, ആ സ്ട്രക്ചേഴ്സ് യഥാർത്ഥത്തിൽ എക്സസൈസ് ചെയ്യുന്നല്ല, നമ്മൾ വരച്ച് നോക്കുന്നു. പക്ഷെ അത് മൂന്നും അല്ല യഥാർത്ഥ സ്ട്രക്ചർ ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ആ മൂന്ന് സ്ട്രക്ചറുള്ള ബോണ്ട് ലെങ്ത് അല്ല യഥാർത്ഥ സ്ട്രക്ചർ ഉള്ളത്. അപ്പൊ ആ മൂന്ന് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി ആ മൂന്നെണ്ണം വരച്ചിട്ട് അതിന്റെ എല്ലാം കൂടി ഒരു ഹൈബ്രിഡ് ആയിരിക്കും യഥാർത്ഥ സ്ട്രക്ചർ നമ്മൾ പറയും. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അടുത്തത് 4.12 ചെയ്യാം. H3PO3 can be represented by structures 1 and 2 shown below. Can these two structures be taken as the canonical forms of the resonance hybrid representing H3PO3? ഓക്കെ, അപ്പൊ നമുക്കിവിടെ H3PO3 രണ്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രക്ചർ H3PO3 കാനോണിക്കൽ സ്ട്രക്ചറായിട്ട് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ എല്ലാം സെയിം ആണ്. HOPOH എന്ന് പറയുന്ന ഈ ഓർഡർ തന്നേക്കുന്നത് സെയിം ആണ് രണ്ടിലും. പക്ഷെ ഇവിടെ ഹൈഡ്രജന്റെ പ്ലേസ് മാറി. ഇവിടെ ഹൈഡ്രജൻ ഫോസ്ഫറസ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് എന്താണ്, കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആ ഉണ്ടായ മോളിക്യൂളിന്റെ ഫ്രെയിം വർക്ക് എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരേ ആറ്റംസ് എല്ലാം ഒരേ ആറ്റംസുമായിട്ടായിരിക്കും ബോണ്ട് ചെയ്തിരിക്കും. അപ്പൊ അവിടെ നേരത്തെ CO3 2- വരച്ചപ്പോൾ എന്താണ്, ഒരു കാർബൺ 3 ഓക്സിജനായിട്ട് ബോണ്ട് ചെയ്ത് തന്നെ നിൽക്കും. ഏത് സ്ട്രക്ചർ വരച്ചാലും 3 ഓക്സിജനായിട്ട് തന്നെ ബോണ്ട് ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ ഫോസ്ഫറസ് രണ്ട് കേസിലും 3 ഓക്സിജനായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? പക്ഷെ ഒരു കേസിൽ ഒരു ഹൈഡ്രജനായിട്ട്, പക്ഷെ ഇവിടെ ആ കേസ് അതില്ല. അപ്പൊ ഈ രണ്ടിന്റെയും ഫ്രെയിം വർക്ക് സെയിം അല്ല. അപ്പൊ റെസൊണൻസ് വരയ്ക്കാനാണെങ്കിൽ രണ്ടിന്റെയും ആറ്റംസിന്റെ ഫ്രെയിം വർക്ക് എപ്പോഴും രണ്ടിന്റെയും സെയിം ആയിരിക്കും, എന്നാൽ നമുക്ക് റെസൊണൻസ് വരയ്ക്കാൻ പറ്റും. അതൊരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കിത്
റെസൊണൻസ് ഉള്ള സ്ട്രക്ചറിന്റെ കാനോണിക്കൽ ഫോം ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4.13 റൈറ്റ് ദി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോർ SO3, NO2 ആൻഡ് NO3 മീൻസ്. ഈ 3 സ്ഥാനത്തിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാനാണ് പറയുന്നത്. 0.13 ആണ് ചെയ്യുന്നത്. ആദ്യം SO2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സൾഫർ സെൻട്രൽ ആറ്റം, 3 സൈഡിൽ നമുക്ക് ഓക്സിജൻ ആറ്റം ഉണ്ട്. നമുക്കറിയാം സൾഫറിന് എന്താണ് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. ഇപ്പൊ 2 ഇലക്ട്രോൺ ഉൾട്ടിയാൽ അതിന്റെ വാലൻസി കംപ്ലീറ്റ് ആയി. റെസൊണൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു സ്ട്രക്ചർ, ഈ ആരോ കാണിക്കുന്നത് ഇത് കോർഡിനേറ്റ് ബോണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ അവിടെ ഷെയറിംഗ് അല്ല, ഒരു ആറ്റം മറ്റേ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ 2 ഇലക്ട്രോണും കൊടുക്കുന്നത് നമ്മുടെ സെൻട്രൽ ആറ്റം ആയിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയാണ് കോർഡിനേറ്റ് ബോണ്ട് കാണിക്കുന്നത്. ഇവിടെ സൾഫർ ഈ 2 സ്ട്രക്ചർ നമ്മൾ ആകെ ജസ്റ്റ് ഡബിൾ ബോണ്ട് എന്ന് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഡബിൾ ബോണ്ട് പൊസിഷൻ നമ്മൾ മാറ്റി 3 സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത രണ്ടാമത് നമുക്ക് SO2 കഴിഞ്ഞാൽ അടുത്ത NO2 ഉണ്ട്. NO2 സ്ട്രക്ചർ വരയ്ക്കാണെങ്കിൽ റെസൊണൻസ് കാണിക്കാൻ വേണ്ടി ഇതാണ് ഈ ഡബിൾ ഹെഡഡ് ആരോ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റിക്കണം. മൂന്നാമത് ഉള്ളത് NO3 മൈനസ് ആണ്. NO3 മൈനസിന് നമുക്ക് 3 പൊസിഷൻ ഡബിൾ ബോണ്ട് കാണിച്ച് 3 സ്ട്രക്ചർ വരയ്ക്കും. ഇങ്ങനെയാണ് NO3 മൈനസിന്റെ 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരും. ഓക്കെ, റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ പ്രൈമറി എല്ലാത്തിന്റെ സെയിം ആയിരിക്കും. ആറ്റംസിലെ ഒരേ ആറ്റംസ് ആയിട്ടായിരിക്കും എല്ലാത്ത സ്ട്രക്ചറിലും കമ്പൈൻ ചെയ്യുന്നത്. റെസൊണൻസിന് നമ്മൾ ഈ ഡബിൾ ഹാഡഡ് ആരോ വെച്ച് കാണിക്കുന്നു. ഈ 3ന്റെയും കൂടെ എന്താണ് എത്ര റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടോ അത്രയും കൂടെ ഹൈബ്രിഡ് ആയിരിക്കും യഥാർത്ഥത്തിലുള്ള റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഓക്കെ, 4.13 നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ 4.14 use Lewis symbols to show electron transfer between the following atom to form cations and anions. നമുക്ക് ഇവിടെ അയോൺസ് ഉണ്ടാകുന്നത് കാണിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. ലൂയിസ് സിംബിൾസ് വെച്ച് കാണിക്കാം. അപ്പൊ അത് 3 പേര് തന്നിട്ടുണ്ട്. പൊട്ടാസ്യം ആൻഡ് സൾഫറാണ് ആദ്യം തന്നിരിക്കുന്നത്. അത് ചെയ്യാം. 0.14 പൊട്ടാസ്യം ആൻഡ് സൾഫർ, അതാണ് ഫസ്റ്റ് പേര്. അറിയാം പൊട്ടാസ്യത്തിന്റെ വാലൻസി എന്താണ്? പൊട്ടാസ്യത്തിന്റെ വാലൻസി 1 ആണ്. സൾഫറിന്റെ വാലൻസി നമുക്ക് അറിയാം 6 ഇലക്ട്രോൺ ഉണ്ട്, ബാലൻസ് 2 ആണ്. അപ്പൊ പൊട്ടാസ്യത്തിന് 1 ഇലക്ട്രോൺ കൊടുത്താൽ ഔട്ടർ ഷെല്ലിൽ ഒക്ടറ്റ് കിട്ടും. സൾഫറിന് 2 ഇലക്ട്രോൺ വേണം. അപ്പൊ അത് കാണിക്കുന്ന എന്താണ്? 2 ഇലക്ട്രോൺ കിട്ടണം. ഇപ്പൊ 2 പൊട്ടാസ്യം ഓരോ ഇലക്ട്രോൺ വെച്ച് കൊടുത്താലേ സൾഫറിന് 2 ഇലക്ട്രോൺ കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ആദ്യം പൊട്ടാസ്യത്തിന്റെ ഇതാണ് പൊട്ടാസ്യത്തിന്റെ ലൂയിസ് സിംബൽ. സൾഫറിൻ്റെത് 6 എണ്ണം ഉണ്ട്. അപ്പൊ പൊട്ടാസ്യം 1 ഇലക്ട്രോൺ സൾഫറിന് കൊടുത്തോണ്ട് എന്താവുന്നു? K+ അയണം. ഓക്കെ, അപ്പൊ 2 പൊട്ടാസ്യത്തിന്റെ ഓരോ ഇലക്ട്രോൺ വെച്ച് ഇങ്ങോട്ട് കിട്ടും. ഇതൊരു K+ ആയി, പുറത്തൊരു K+ ഉണ്ട്. സൾഫറിന് 8 ഇലക്ട്രോൺസ് കിട്ടി, S2- ആണ്. ഇത് തമ്മിൽ ഇങ്ങനെയാണ് അയോൺസ് ഫോം ചെയ്യുക. 2 K+ ഉണ്ടായി, S2- ആണ് ഉണ്ടായി. രണ്ടാമത്തെ പേര് എന്താണ്? Ca ആൻഡ് കാൽഷ്യവും ഓക്സിജനും ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പറയാം കാൽഷ്യത്തിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജന് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺസ് കളഞ്ഞാൽ ഒക്ടറ്റ് കിട്ടും, ഓക്സിജന് 2 ഇലക്ട്രോൺസ് കിട്ടിയാൽ ഒക്ടറ്റ് കിട്ടും. അപ്പൊ ജസ്റ്റ് ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ കാൽഷ്യത്തിന്റെ Ca2+ ആവും, ഓക്സിജൻ 8 ഇലക്ട്രോൺസ് കിട്ടി, O2-. ഓക്കെ, മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് അലൂമിനിയം ആൻഡ് നൈട്രജൻ. അലൂമിനിയത്തിന്റെ വാലൻസി 3, നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 5 ആണ്. അലൂമിനിയം 3 ഇലക്ട്രോൺ കളഞ്ഞ് Al3+ ആവും, 3 ഇലക്ട്രോൺ ഇങ്ങോട്ട് നൈട്രജന് കൊടുക്കും. നൈട്രജൻ 5ന്റെ കൂടെ 3 ഇലക്ട്രോണും കൂടെ കിട്ടി, ഔട്ടർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ അയൺ ഫോർമേഷൻ കാണിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 4.15
Although both CO2 and H2O are triatomic molecules, the shape of H2O molecule is bent while that of CO2 is linear. Explain this on the basis of dipole moment. Dipole moment basis എന്തുകൊണ്ട് CO2 linear ആയി H2O bend ആയി നമുക്ക് പറയാം. ഓക്കെ, നമുക്കറിയാം CO2 ചെയ്യുന്നത് 4.15 ആണ്. CO2 ലീനിയർ ആണ്. അത് ഡൈപോൾ മൊമെന്റ് ബേസിൽ എങ്ങനെയാ പറയാം? ഓക്കെ, നമുക്കറിയാം CO2 ലീനിയർ ആണെങ്കിൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ടുവേർഡ്സ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് വരും. ഇവിടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയും ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയും. നമുക്കറിയാം CO2 ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. 0 ആണെന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റിന്റെ ടോട്ടൽ വെക്ടർ സം 0 ആണ്. അപ്പൊ ഇവിടെ കാർബണിന്റെ രണ്ട് സൈഡിൽ ഓക്സിജൻ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടിന്റെയും ഡൈപോൾ മൊമെന്റ്. അപ്പൊ റിസൾട്ടിന് സംബന്ധം വരും 0 ആവും. ഇങ്ങോട്ടൊരു പാർട്ടിക്കുലർ ഡൈപോൾ മൊമെന്റ് A ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മള് കൺവെൻഷൻ വെച്ച് പറയാം, സൈൻ കൺവെൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് എന്താവും? -A ആയിരിക്കും. അപ്പം A - A 0 ആയി പോകും. അതുകൊണ്ടാണ് CO2 സ്ട്രക്ചറിൽ നമ്മൾ ലീനിയർ ആണ് ഡൈപോൾ മൊമെന്റ് ബേസിൽ പറയാം. ഓക്കെ, അടുത്ത നമുക്ക് പറയേണ്ടത് H2 സ്ട്രക്ചർ. നമുക്കറിയാം H2 ഡൈപോൾ മൊമെന്റ് നോൺ സീറോ ആണ്. കാരണം അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്സിജൻ ഉണ്ട്, രണ്ട് ലോൺ പെയർ ഉണ്ട്. ഈ OH ബോണ്ടിൽ ഡൈപോൾ മൊമെന്റ് ടുവേർഡ്സ് ഈ ഓക്സിജൻ ആയിട്ടാണ്. പിന്നെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അതിന് ടുവേർഡ്സ് വേറെ രണ്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇവിടെ നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. അതുകൊണ്ട് H2 ശരിക്കും ലീനിയർ ആയിരുന്നെങ്കിൽ അവിടെ ഡൈപോൾ മൊമെന്റ് 0 വന്നേ, പക്ഷെ അവിടെ ഡൈപോൾ മൊമെന്റ് 0 അല്ല. അതുകൊണ്ടാണ് H2 നമ്മൾ ഷേപ്പ് ബെൻഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, 4.15 കഴിഞ്ഞ് 4.16 പോവാം. റൈറ്റ് ദി സിഗ്നിഫിക്കന്റ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ സിഗ്നിഫിക്കൻസ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഇപ്പോൾ ഡൈപോൾ മൊമെന്റ് പറയുന്ന എപ്പോഴാണ് രണ്ട് ആറ്റംസ് തമ്മിൽ എന്താണ് വേറെ വേറെ ആറ്റംസ്, അല്ലെങ്കിൽ ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ് പറയുമ്പോൾ ഒന്നിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മറ്റതിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ HF എടുക്കുന്നു. നമുക്ക് എന്താണ് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മോളിക്യൂൾ നമ്മള് BF2 എന്തെങ്കിലും എടുക്കാം, ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഒന്നിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മറ്റതിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പം ഒരു BF ബോണ്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫ്ലൂറിനാണ് ബെറിലിയത്തിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പം ഡൈപോൾ മൊമെന്റ് ഇവിടെ ഫ്ലൂറിന്റെ അടുത്തേക്കായിരിക്കും കാണിക്കുക. അപ്പം ഫ്ലൂറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഫ്ലൂറിനായിരിക്കും. അപ്പം ഫ്ലൂറിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് പിന്നെ പോസിറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് കാണിക്കുക? ടെയിൽ നമ്മൾ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലോട്ടും ഹെഡ് നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലോട്ടും കാണിക്കും. ഡൈപോൾ മൊമെന്റ് ഫോർമുല എന്താ നമ്മൾ കാണിക്കുന്നത്? ഇത് നമ്മുടെ ഡിസ്റ്റൻസ് അതിൻ്റെ ചാർജ്, അതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഫോർമുല. ഡിസ്റ്റൻസ് R ആണെങ്കിൽ ചാർജ് Q ആണെങ്കിൽ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ BF2 മോളിക്യൂൾ കൺസിഡർ ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് 0 വരും. കാരണം ഇവിടെ രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മീൻ 0. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡിബൈ ആണ്. ഡിബൈ എന്ന് പറയുന്നത് 3.33 × 10⁻³ അപ്പം ഡൈപോൾ മൊമെന്റ് വെച്ച് നമുക്ക് പറയാം എന്താണ് പലരുടെയും സ്ട്രക്ചറിന്റെ മോളിക്യൂൾസിന്റെ ഷേപ്പ് വരെ നമുക്ക് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ BF2 ലീനിയർ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് റിസൾട്ടിന് ഡൈപോൾ മൊമെന്റ് 0 ആയി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റ് വരെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ലീനിയർ മോളിക്യൂൾ നമുക്ക് മനസ്സിലായി. അപ്പൊ പലരുടെയും സ്ട്രക്ചർ നമുക്ക് ഡൈപോൾ മൊമെന്റ് വെച്ച് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 4.17. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇലക്ട്രോനെഗറ്റിവിറ്റി ഗെയിൻ എൻതാൽപ്പി എന്നുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചാല് ഒരു എന്താണ് ഇലക്ട്രോണിനെ തന്റെ അടുക്കിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി, അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇലക്ട്രോനെഗറ്റീവ് ആറ്റം രണ്ട് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയുള്ള ആറ്റത്തിന് തന്റെ അടുക്കിലേക്ക് ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് എന്താണ് ഒരു
ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് അല്ലേ? അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് അഡീഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്ക് എന്താണ് തരുന്നത്? ആ ആറ്റത്തിന്റെ ഇലക്ട്രോൺ അഫിനിറ്റിയാണ് നമുക്ക് തരുന്നത് അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി കുറവാണ് അർത്ഥം, നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണെന്ന് അർത്ഥം. ഓക്കെ, പിന്നുള്ള ഡിഫറൻസ് എന്താ? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു എലമെന്റിന് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അല്ല, കൂടെ ഏത് ആറ്റം വരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ അത് നോട്ട് ഫിക്സ്ഡ് വാല്യൂ അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇല്ല, ഓരോ ആറ്റത്തിനും ഓരോ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് പോളിംഗ് സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ശരിക്കും മെഷറബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്തു. ഓക്കെ, താങ്ക് യു.